കൊടുക്കുന്നിടത്ത്, അല്ലാഹു തആല ധർമ്മം കൊടുക്കുന്നിടത്ത് ഒരു കുറവും അല്ലാഹു തആല അവർ കൊടുക്കില്ല. കൊടുത്താൽ കൊടുത്തതിന് പകരം അല്ലാഹു തആല ഇഷ്ടം പോലെ കൊടുക്കും. ഒരു നാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു സംഭവം. ആ രാജാവ് തന്റെ ഭരണത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ആരും ഒരാൾക്കും ഒരു സ്വതക്കയും നൽകി പോകരുത്, നൽകുന്ന ആളെ കൈ ഞാൻ മുറിക്കുന്നതാണ്. ആർക്കെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളും, നാട്ടിൽ ഒരൊറ്റ കുട്ടിയും സ്വതക്ക കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്നുള്ള വിവരം കിട്ടിയാൽ കൈ ഞാൻ മുറിക്കുന്നതാണ്. അങ്ങനെ രാജാവിന്റെ ഈ നിർദ്ദേശം നാട്ടിലെല്ലാ വീട്ടിലെത്തി. കൈ മുറിക്കും രാജാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, അള്ളാന്റെ വജഹി വിചാരിച്ച്, പൊരുത്തം വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ തരണം, സ്വതക്കയായിട്ട് വല്ലതും തരണം എന്നൊരാൾ വന്നു പറഞ്ഞൊരു പെണ്ണിനോട്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, ആർക്കും കൊടുക്കാൻ പാടില്ല, കൊടുത്തത് രാജാവ് പറഞ്ഞാൽ കൈ മുറിക്കും, വലിയൊരു ശിക്ഷയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അള്ളാന്റെ വജഹി വിചാരിച്ച് എന്തെങ്കിലും തരണം, ഞാൻ അത്രയും കുടുങ്ങിയിട്ടാന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് 2 പത്തിരി അങ്ങ് എടുത്തു കൊടുത്തു സ്വതക്കയായിട്ട്. അപ്പൊ രാജാവ് ആളെ വിട്ടു, ഈ പെണ്ണിനോട് വരാൻ പറഞ്ഞു. ആ പെണ്ണ് ധൈര്യമായിട്ട് പോയി. ആ പെണ്ണിന്റെ കൈ രാജാവ് മുറിച്ചു മാറ്റി, സ്വതക്ക കൊടുത്ത കൈ മുറിച്ചു മാറ്റി. എന്നിട്ട് രാജാവ് ഈ പെണ്ണിനോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു ഈ പെണ്ണിനോട്, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നിനക്ക് ശിക്ഷയാണ് ഞാൻ തന്നത്. സുബ്ഹാനല്ലാഹ്. കുറച്ചുകൂടി സമയങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോ രാജാവ് വിവാഹാലോചന നടത്തുകയാണ്. രാജാവിന് നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ വേണം. ആ സമയത്ത് രാജാവിന്റെ മാതാവ് പറഞ്ഞു, ഈ നാട്ടിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ട്, മാ റഅയ്തു മിസ്ലഹാ ഖത്തു, ആ പെണ്ണിനെ പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷേ സൗന്ദര്യമുള്ള പെണ്ണിനൊരു കുറവുണ്ട്. രാജാവ് ചോദിച്ചു, എന്ത് കുറവാണ് ആ പെണ്ണിനുള്ളത്? ആ പെണ്ണിന്റെ 2 കൈയും ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ട്, മുറിക്കപ്പെട്ടു പോയിട്ടുണ്ട്, വലത്തെ കൈയും ഇടത്തെ കൈയും. രാജാവ് ആ പെണ്ണിലേക്ക് ആളെ പറഞ്ഞയച്ചു. ആ പെണ്ണിനെ രാജാവ് നോക്കിയപ്പോൾ രാജാവിന് നല്ല സന്തോഷം തോന്നി, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. രാജാവ് പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിന്നെ ഞാൻ വിവാഹം ചെയ്യട്ടെയോ? പെണ്ണ് പറഞ്ഞു, അതെ വിവാഹം ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിവാഹം ചെയ്ത് സുബ്ഹാനല്ലാഹ് ആ പെണ്ണുമായി രാജാവ് ബന്ധം പുലർത്തി. 2 കൈയും ഈ രാജാവ് തന്നെയാണ് നേരത്തെ ശിക്ഷയിൽ മുറിച്ചെടുത്തത്. പക്ഷേ അന്ന് രാജാവിന് ഈ കാര്യം മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ രാജാവ് ഈ പെണ്ണിനെ ശിക്ഷിച്ചത്? വേണ്ടാത്ത രൂപത്തിലല്ലേ ശിക്ഷിച്ചത്? ആ പെണ്ണ് നൽകിയത് സ്വതക്കയല്ലേ? സ്വതക്ക കൊടുക്കാൻ പാടില്ല എന്ന് രാജാവ് ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിച്ചില്ല. പക്ഷേ സ്വതക്ക കൊടുക്കുന്നോടത്ത് അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ടോ? പരിഗണിക്കേണ്ടതില്ല. രാജാവിന്റെ വീട്ടില് ഭാര്യയായി വന്ന ഈ പെണ്ണിനെ രാജാവിന് വലിയ ഇഷ്ടമായി, വലിയ സ്നേഹമായി. അപ്പൊ രാജാവിന്റെ കൂട്ടത്തിൽ ചേർന്ന രാജാവിന്റെ അനുജന്റെയും രാജാവിന്റെ മറ്റു സഹോദരന്മാരുടെയും ഭാര്യമാര് ഈ പെണ്ണിനെ പറ്റി രാജാവിനോട് ഹസദ് പറഞ്ഞു. രാജാവ് പുറത്ത് ഒരു സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ ഈ പെണ്ണുങ്ങൾ മുഴുവനും രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണില്ലേ, ആ പെണ്ണ് വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണാണ്. ആ പെണ്ണതാ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. രാജാവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞിട്ടു. സത്യത്തിൽ ആ പെണ്ണ് വേശ്യാവൃത്തിയും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കുഞ്ഞും ജനിച്ചിട്ടില്ല. ഈ പെണ്ണിനോടുള്ള അസൂയ കൊണ്ട് ബാക്കിയുള്ള സഹോദരിമാരെടുത്തൊരു പണിയാണ്. സുഹൃത്തുക്കളെ, ആ സമയത്ത് രാജാവ് ഉമ്മാന്റെ അടുത്തേക്ക് എഴുത്ത് കൊടുത്തേക്കുന്നു. എന്താണ് എഴുത്ത് കൊടുത്തേക്കേണ്ടത്? എന്താണ് എഴുത്ത് കൊടുത്തേക്കുന്നത്? ഇങ്ങനെയാണോ എന്റെ കൂടെ ജീവിക്കാൻ വന്ന പെണ്ണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ എങ്ങെടുക്കണം, എന്നിട്ടോ ആ പെണ്ണിന്റെ പെരടിയിൽ ആ കുട്ടിയെ ചുമത്തണം. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ പെണ്ണിനെ കുട്ടിയെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടണേ.
സത്യത്തിൽ ഈ പെണ്ണിന്റെ കുട്ടി രാജാവിന്റെ കുട്ടിയാണ്. ആ പെണ്ണിന് അവിഹിത മാർഗത്തിൽ ഉണ്ടായ കുട്ടിയല്ല. അങ്ങനെ ഒരു കുട്ടി ആ പെണ്ണിനില്ല. പക്ഷേ അസൂയമൂത്ത സഹോദരങ്ങളുടെ ഭാര്യമാര് ഈ പെണ്ണിനെ എങ്ങനെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം. രാജാവിന് ഇത്രയും സ്നേഹവും സന്തോഷവും നൽകുന്ന ഒരു പെണ്ണ് വന്നാല് ഞങ്ങൾക്ക് കിട്ടുന്ന വീതം കുറഞ്ഞു പോകുമോ എന്നവർക്കൊരു പേടി. അങ്ങനെയാണ് അവർ ഫിത്നക്ക് ശ്രമിച്ചത്. നല്ലോണം സ്വതക്ക ചെയ്ത് ശീലമുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഒരു പരീക്ഷണം ഏറ്റ പെണ്ണ് ജീവിതത്തിൽ രണ്ടാമത്തൊരു പരീക്ഷണം കൂടി ഏൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരീക്ഷണത്തിൽ ആ പെണ്ണ് കുട്ടിയെയും കൊണ്ട് പുറത്തിറങ്ങി പോകുന്നു. കൊട്ടാരം വിട്ടുപോകുമ്പോൾ നടക്കുന്നതിനിടയിൽ കുട്ടിയതാ തോളിലുണ്ടല്ലോ, പെരടിയിലുണ്ടല്ലോ. സമുദ്രത്തിന്ന് പുഴവക്കിലൂടെ നടന്നു പോകുമ്പോ ഈ കുട്ടി പതുക്കെ തോളിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി, തായോട്ടിറങ്ങിപ്പോയി. വെള്ളം കുടിക്കാൻ വേണ്ടി ഈ കുട്ടിയെ ഒരു ഭാഗത്തിരുത്തിയിട്ട് പെണ്ണാ നദിയുടെ ഭാഗത്തേക്ക് പോയപ്പോ കുട്ടി പിന്നാലെ കരഞ്ഞോടി വന്നു. കുട്ടി വഴുതിയിട്ട് ആ പുഴയിലേക്ക് അങ്ങ് വീണുപോയി. ഈ പെണ്ണവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി, പടച്ചോനെ എന്റെ മോന് ഈ നദിയിലേക്ക് വീണുപോയല്ലോ. വല്ലാതെ വിഷമം പറഞ്ഞപ്പോ രണ്ടാളുകൾ അതാ മുന്നോട്ട് വരുന്നു. രണ്ടാളുകൾ ചോദിക്കുന്നു, എന്താണ് പെണ്ണേ നിന്റെ വിഷമം? എന്റെ തോളിലിരുന്ന കുട്ടി, ഞാൻ ആ കുട്ടി ഇവിടെ ഇറക്കി വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ പിന്നാലെ ഓടി വന്ന കുട്ടി കാല് വഴുതി വീണ് പുഴയിലേക്ക് വീണുപോയി. ഞാൻ ആ വിഷയത്തിൽ സങ്കടത്തിലാണ്. അവര് ചോദിക്കുന്നു, കുട്ടിയെ നിനക്ക് എടുത്തു തരേണ്ടതുണ്ടോ? അതെ, കുട്ടിയെ എനിക്ക് കിട്ടണം, ജീവനോടെ എന്റെ മോൻ എനിക്ക് കിട്ടണം. അപ്പൊ ഏതാ രണ്ടുപേരും ഒറ്റ ചാട്ടം ചാടിയിട്ട് കുട്ടിയെ പൊക്കി എടുത്തു കൊടുക്കുന്നു. കുട്ടിക്കൊരു കുഴപ്പവുമില്ല. പിന്നെയും അവർ ചോദിക്കുന്നു, രണ്ടാളുകൾ, അതുഹിബ്ബീന അൻ തുറദ്ദ യദൈക, രണ്ട് കൈയും മുറിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ആ രണ്ട് കൈയും തിരിച്ച് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? രണ്ട് കൈയും തിരിച്ച് നിങ്ങൾക്ക് തരട്ടെ? ആ പെണ്ണ് പറഞ്ഞു, അതെ, രണ്ട് കൈയും എനിക്ക് കിട്ടിയാൽ സന്തോഷമാണ്. ആ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പോഴേതാ കൈ രണ്ടും ശരിയായ രൂപത്തിൽ അവിടെ വെച്ച് പിടിപ്പിക്കപ്പെട്ട രൂപത്തിൽ വന്നുപോയി. ചോദിക്കുന്നു, തദ്രീന മന്നഹ്നു, ഞങ്ങൾ ആരാണെന്നറിയുമോ? പെണ്ണ് പറഞ്ഞു, നിങ്ങളെ എനിക്കറിയില്ല, മുമ്പ് ഞാൻ കണ്ട പരിചയവുമില്ല. ഞങ്ങളാരാ? നഹ്നു റഗീഫാകല്ലദീന തസദ്ദഖ്തി ബിഹിമാ, നേരത്തെ നിങ്ങൾ 2 പത്തിരി സംഭാവന ചെയ്തില്ലേ? രാജാവ് കൊടുക്കണ്ടാന്ന് ആക്ഷൻ പുറപ്പെടുവിച്ച കാലത്തും അള്ളാന്റെ വജീഹ് വിചാരിച്ച് ചോദിച്ചപ്പോ 2 പത്തിരി നിങ്ങൾ കൊടുത്തില്ലേ? ആ ധർമ്മമാണ് ഞങ്ങളെ 2 മനുഷ്യന്മാരാക്കി അള്ള രൂപപ്പെടുത്തിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വിട്ടതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ആണോ പെണ്ണോ അല്ലാഹു പരിഹാരം നൽകും. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും. സഹോദരന്മാരെ, രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നപ്പോൾ ഉള്ളതിനേക്കാളും വലിയ സുഖം ഈ പെണ്ണിന് പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ചുപോയി. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് ജീവിച്ചപ്പോൾ ഒരു പ്രശ്നവും